മക്കളെ, നമ്മുടെ കേരളയുടെ അലോട്ട്മെന്റിന്റെ തിരക്കിലായി എല്ലാവരും തന്നെ. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആദ്യം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് വരും, ഫൈനൽ അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്മിഷൻ്റെ തിരക്കായി. ഇതിനു മുന്നേ നിങ്ങൾ പല ആളുകളും ഇപ്പോൾ ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറേ ആളുകളുടെ ഒരു ടെൻഷനാണ്, ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൊടുക്കണോ, കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് കിട്ടുമോ. മുന്നേ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ലോണിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ സമയത്ത് ഒരു 100-200ഓളം മെസ്സേജസ് വന്നിരുന്ന് BOBയുടെ സർക്കുലർ ഒന്ന് അയച്ചു തരുമോ. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് സന്തോഷത്തോടുള്ള മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു. അതായത് ബാങ്കിൽ പോയി സംസാരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പറഞ്ഞു അതായത് ഇത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജൊന്നും ഇതിലില്ലാന്ന്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടും ഇത് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ 2 നമ്പർ തരും നിങ്ങൾക്ക്. ഒന്ന് കാലിക്കറ്റിലുള്ള ഇവിടെ BOBയുടെ റീജിയണൽ ഓഫീസിലുള്ള നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ബാങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. അത് കൂടാതെ നിങ്ങൾ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ കൊയിലാണ്ടിയിലുള്ള ബാങ്കിലുള്ള മാനേജറുടെ നമ്പറും കൂടെ ഞാൻ ഇതിൽ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. കഴിയുന്നതും നിങ്ങൾ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും അവരുടെ സൈഡിൽ നിന്ന് മറുപടി കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ മക്കൾക്ക് വേണമെങ്കിൽ ഫോൺ കോളിൽ പലപ്പോഴും ചിലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ ഒരു സമയത്ത് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ജോലി കിട്ടുമ്പോഴും ഞാൻ ഇതൊക്കെ അടച്ചു കൊടുക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന മക്കൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കട്ടെ. സാധാരണ കേസിൽ ഞാൻ പറയാം, എൻ്റെയൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS എന്നൊക്കെ പറയുമ്പോൾ ആ ഫീസ് ആലോചിച്ചിട്ട് അന്നത്തെ സമയത്ത് 2 ലക്ഷം രൂപയോളാണ് ഫീസ് വരുന്നത്. പക്ഷേ അന്ന് അത് കൊടുക്കാനില്ലാത്തത് കാരണം അയ്യോ വേണ്ട, എന്തായാലും അങ്ങനെ പറ്റൂല എന്നുള്ള തീരുമാനം എടുത്ത ആളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സാധാരണ ഒരു ഹോം ലോൺ ആയിക്കോട്ടെ, വെഹിക്കിൾ ലോൺ ആയിക്കോട്ടെ, ഇതിനേക്കാളൊക്കെ കുറഞ്ഞ ഇൻട്രസ്റ്റിലാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ തരുന്നത്. മറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണൊക്കെ ഇതിനേക്കാൾ പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 65,000-ന് താഴെയാണ്. കേരള റാങ്ക് അല്ലേ, ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 65,000, അത് നിങ്ങളുടെ റാങ്ക് വരേണ്ടത് 65,000-ന്റെ താഴെയാണ്. 65,000-ന് താഴെയാണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ വെറും 2 വീക്സ് മതി, 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ലോണ് കാര്യങ്ങളെല്ലാം തന്നെ സാങ്ഷൻ ആവും. ഇതിനു വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് വരുന്നത് 7.9% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻട്രസ്റ്റ് വളരെ കുറവാണ്, 7.9% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ആലോചിച്ചാൽ മതി, നിങ്ങളൊരു 10 ലാക്ക് എടുക്കുന്ന സമയത്ത് ആ 10 ലാക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 79,000 രൂപയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരേണ്ടി വരുന്നത്. അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കോഴ്സ് കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ 40 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ 40 ലാക്കാണ് നമുക്ക് ഈ ലോണിലൂടെ നമുക്ക് ടോട്ടലി 40 ലക്ഷം രൂപയാണ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾ കാണേണ്ടി വരും. ഇപ്പോഴും ഓൾറെഡി ഫീസൊക്കെ അനൗൺസ് ആയല്ലോ. അപ്പോൾ ഏകദേശം ആ എമൗണ്ട് ഒക്കെ തന്നെയാണ് ഫീസായിട്ട് വരുന്നത്. ഇപ്പോൾ 8.1 മുതൽ 9.37 വരേക്ക് നമ്മുടെ ട്യൂഷൻ ഫീ വരുന്നുണ്ട്. നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ചില കോളേജുകളിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക, അവിടെ ഹോസ്റ്റൽ ഫീസായിട്ടും മെസ് ഫീസായിട്ടും അഡീഷണൽ ഫീസായിട്ടും എത്ര വരുമെന്നൊക്കെ. എല്ലാം കൂടെ കൂട്ടിയിട്ട് 12-13 ലക്ഷം രൂപ വരെ ആകുന്ന കോളേജുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഫീസിലേക്ക് പോകുന്ന കോളേജ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്നതിന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്നത് 7.9% ആണ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ അതായത് നിങ്ങൾ 10 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വർഷം 79,000 രൂപ അഡീഷണലി ഇൻട്രസ്റ്റ് ആയിട്ട് ജനറേറ്റ് ആവും. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞേട്ടെ, ഇപ്പോൾ ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി കിട്ടുമോ എന്നുള്ളത്. അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ പാരൻറ്റിൻ്റെ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് കൂട്ടിക്കോ. എത്രയാ? 4.5 ലാക്കിൽ താഴെയാണെങ്കിൽ മക്കൾക്ക് ഗവൺമെൻറ് സബ്സിഡിക്ക് അർഹത ഉണ്ടാവും. അതായത് അത് ബാങ്ക് തന്നെ ചെയ്തോളൂ ഓരോ വർഷവും. അപ്പോൾ ആ ഓരോ വർഷവും നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഇല്ലേ, അത് ഗവൺമെൻറ് പേ ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം
ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 years കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷമാകുമ്പോൾ നിങ്ങൾ 10 ലക്ഷം കൂടെ അടുത്തതെടുത്തു, അപ്പോൾ 79 + 79 അത്ര എമൗണ്ട് ഉണ്ടാവും. ഇങ്ങനെല്ലാം കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11.84 സംതിങ് അങ്ങനെ എന്തോ ആവും. അതായത് 11,84,000 അങ്ങനെ എന്തോ ആവുന്നുണ്ട്. ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആവൂലേയും ചിന്തിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വാർഷിക വരുമാനം 4.5 lakhൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സബ്സിഡിയോടുകൂടെ തന്നെ ഈ ലോണിൽ മുന്നോട്ട് പോകാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് അത് ഗ്രാൻഡ് ആയിട്ട് അലോ ചെയ്യും. ദാറ്റ് മീൻസ് അത് പലപ്പോഴും ഗവൺമെൻറ് തന്നെ അത് അടയ്ക്കുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ബാങ്ക് തന്നെ ചെയ്തോളും. നിങ്ങൾ ആ സമയത്ത് ഇയർലി പോയിട്ട് അതിൻ്റെ ഒരു സൈനൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇത് ഞാൻ വീണ്ടും പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും എനിക്ക് കയ്യിൽ കാശില്ലാണ്ടായിപ്പോയി. ഞാൻ ആദ്യത്തെ നീറ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടിയാണ്. രണ്ടാമത്തെ നീറ്റോടുകൂടെ ഞാനെല്ലാം ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് എന്തായാലും ഒരു സീറ്റ് അത്യാവശ്യമാണ്. എനിക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ആ ചിന്തിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എനിക്ക് ചെയ്യണം, എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും. അപ്പോൾ നമ്മൾ കോളേജിൽ പോയാൽ നമുക്ക് കളിക്കാനല്ല തോന്നുക. നമ്മളെങ്ങനെ പഠിച്ചെടുത്തിട്ട് വേഗം തന്നെ ഒരു ജോലി ആയി കഴിഞ്ഞ് അടയ്ക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിലൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളിനി മുന്നോട്ടേക്ക് പോകുന്ന ഓരോ വർഷവും നിങ്ങൾ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞു 5.5 വർഷം, 4.5 വർഷം കോഴ്സ്, അത് കഴിഞ്ഞ് 1 year ഹൗസ് ഏജൻസി, എല്ലാം കൂടെ 5.5. അത് കഴിഞ്ഞ് വീണ്ടും 1 year കഴിഞ്ഞിട്ടാണ് മക്കൾ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുള്ളൂ. അത്രയും സമയം നിങ്ങൾക്കുണ്ട്. 1 year വീണ്ടും മൊറട്ടോറിയം ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പല ആളുകൾക്കും അറിയാത്തത്. 7.9% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ബാക്കി എഡ്യൂക്കേഷൻ ലോണിലൊന്നും ഇത്ര ചെറിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇത് ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓൾ ഇന്ത്യ റാങ്ക് 65,000 താഴെയുള്ള കുട്ടിക്ക് മാത്രമേ ഈ ലോണിന് അർഹത ഉണ്ടാവൂ. അത് 65,001 റാങ്ക് വന്നാൽ പോലും നമുക്കത് കിട്ടൂല. അപ്പോൾ അത്രയും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ വേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ അതിന് അർഹതപ്പെട്ട കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2 weeksനുള്ളിൽ തന്നെ ആ ബാങ്കിൽ നിന്ന് ലോണ് കാര്യങ്ങൾ അവർ ശരിയാക്കി തരും. അല്ലാതെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ആ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൈസയുടെ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് നിങ്ങൾ പഠിക്കാണ്ടായി പോവില്ല. ഇപ്പോൾ തന്നെ ചില BPL സ്കോളർഷിപ്പ് കിട്ടുമോയെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അത് അവരുടെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അത് 100ൽ 40 എങ്കിലും സ്കോർ എബോവ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആ BPL സ്കോളർഷിപ്പ് കിട്ടുക. അപ്പോൾ BPL സ്കോളർഷിപ്പ് കിട്ടണമെന്ന് ചിന്തിക്കുന്ന കുട്ടി ആദ്യം ഫീസ് അടയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ പിന്നീട് അഥവാ ആ ഒരു സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും കൂടി ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഇനിയും ഒരു വർഷവും കൂടെ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ റിപ്പീറ്റിനേക്കാളും നല്ല ഓപ്ഷനാണോ ഇതെന്ന് ആലോചിച്ച് നോക്കുക. അതല്ല വേറൊരു രീതിയിലും ചിന്തിക്കണം. ഇത്രയും വലിയൊരു ബാധ്യത എൻ്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ ബുദ്ധിമുട്ടി പോവോ, എല്ലാം ആലോചിച്ചിട്ട് മാത്രമാണ് ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാരൻസ് ആദ്യത്തെ ഫീസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും. കാരണം ആ സമയത്ത് ബാങ്കിലേക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ നിന്നുള്ള കംപ്ലീറ്റ് ഫീയുടെ ഡീറ്റെയിൽ ബാങ്കിൽ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കാർഡ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ അവരുടെ ഡീറ്റെയിലും കൂടെ നിങ്ങൾ കൊടുക്കണം. അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ സിബിൽ ഇഷ്യൂസ് സാധാരണ ഉള്ള പല കുട്ടികളും വേറെ ചോദിക്കുന്ന ഒരു സാധനമാണ്, അച്ഛന് കുറേ സിബിലിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രശ്നം വരുമോ. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഇതുവരെ ലോണൊന്നും എടുത്തില്ല, അവർക്ക് സിബിൽ പോലും ഇല്ല. ആ സിബിൽ പോലും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ലോണ് കിട്ടും കേട്ടോ. ഇനി സിബിൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അടവ് കാര്യങ്ങളൊക്കെ കുറേ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ലോണ് കിട്ടാതെ പോകുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും അടവുകൾ തെറ്റിയിട്ട് അത് അടയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഈ ലോണ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നുണ്ടെന്നാണെങ്കിൽ അതിന് വേണ്ട നമ്പർ ഞാനിവിടെ തരാം. മക്കൾ ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് സാറന്മാരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ മക്കളെ, താങ്ക് യു.